ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആംസ്കോർ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണേ ബേബി ഇൻ യെല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കുറേ സമയം കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനലി ബേബി ഇൻ യെല്ലോ കളിക്കുക കേട്ടോ ഗൈസ്. ഗൈസ് ഇതൊരു ഹൊറർ ഗെയിമും കൂടി ആട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് കളിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളിയാണെങ്കിൽ ഇതേ തുടങ്ങിയിട്ടുണ്ട്. ഇതാട്ട് നമ്മുടെ ചെക്കൻ. ഇതാണ് നമ്മളൊരു ബേബി സിറ്ററായിട്ട് നമ്മൾ ഈ ഹൗസിലേക്ക് വന്നേക്കുവാണ്. നമ്മുടെ നോക്കേണ്ട ചെക്കൻ ഇതാട്ടോ. കാസ് ഇവൻ്റെ മോന്ത കണ്ടോ വയസ് ഉണ്ടാക്കണേ. നമുക്ക് ഇവനെ പിക്കപ്പൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് അവനെ നമുക്ക് കസേരയിൽ ഇരുത്താനും പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നൈറ്റ് 1 ഫീഡ് ദ ബേബി എന്നാണ് പറയണത്. ഗെറ്റ് ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ്. ഓക്കെ, ഇവിടെ ആട്ടോ ഫ്രിഡ്ജ്. ഓക്കെ ഗൈസ്, ഇവിടെ ആട്ടോ നമ്മുടെ ബോട്ടിൽ. അപ്പോൾ നമ്മളിത് ബേബീനെ നമ്മൾ ഫീഡ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്നാൽ പിടിച്ചോ. അയ്യേ ഗൈസ്, നമ്മൾ പാൽ കൊടുത്തപ്പോൾ നമ്മുടെ ബേബി ആണെങ്കിൽ മാറ്റിച്ച്. അപ്പോൾ നമുക്ക് ബേബീനെ ഇവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് സോറി ഇതാണ് ചേഞ്ചിങ് ടേബിൾ എന്നാണ് തോന്നുന്നത് ഗൈസ്. നമ്മുടെ ബേബീനെ ഇതെന്താ ഗൈസ്, ചെക്കന് ഇവിടെ നിലത്ത് കിടക്കുള്ളൂ ഗൈസ്. ഓക്കെ, ഗെറ്റ് ന്യൂ നാപ്പി എന്നാണ് പറയണേ. ഓക്കെ, നമ്മളത് എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ വെച്ച ബേബീനെ കാണാനില്ല. ഗൈസ്, ഇവിടെ വെച്ച ബേബീനെ കാണാനില്ല. ഗൈസ്, നമ്മളിവിടെ വെച്ച ബേബീനെ ഇപ്പോൾ ഇവിടെ എങ്ങനെ വന്നേ? എന്തായാലും നമുക്ക് ഇവനെ നാപ്പ് ഇടിയിപ്പിക്കാം. അപ്പോൾ പുട്ട് ദ ബേബി ഇൻ ദ ബെഡ് എന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് ഇവനെ കൊണ്ടുപോയി ബെഡിൽ ഇടിയിപ്പിക്കാം. ഗൈസ്, ഇവൻ്റെ കണ്ണ് കണ്ടോ? ഗൈസ്, ഇതാണ് ബെഡ്റൂം. ഓക്കെ, നമ്മൾ ചെക്കനെ ബെഡിൽ ഇടിയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ എന്നാണ് പറയണേ. എന്താ കിങ് പീസാ? അതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ എന്താണ്ട് സാധനമാണ്. ഓക്കെ, ഇവിടെ സ്റ്റോറി ബുക്ക് ഉണ്ട്. നമുക്ക് സിറ്റ് ഡൗൺ ആൻഡ് റീഡ് ചെയ്യാം. ഓക്കെ, നമുക്കിനി റീഡ് ചെയ്യാം. ഇത് കുറേ ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമുക്കിത് വായിക്കട്ടെ ഗൈസ്. ഓക്കെ, നമ്മളിത് ബേബിക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെക്കനാണെങ്കിൽ ഇത് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങും കേട്ടോ ഗൈസ്. അപ്പോൾ ലീവ് ആൻഡ് ക്ലോസ് ദ ഡോർ എന്നാണ് പറയണേ. ഓക്കെ, വെയിറ്റ് ഫോർ ദ പാരൻസ് വാച്ച് ടി വി ഓൺ ദ സോഫ. അപ്പോൾ ഇവൻ്റെ അച്ഛനമ്മയും വന്നവരെ നമുക്ക് ടി വി പോയിരുന്ന് സെറ്റിൽ പോയിരുന്ന് ടി വി കാണാനാണ് പറയണേ. അപ്പോൾ നമുക്കത് ചെയ്യാം. ഗൈസ്, നമ്മൾ ഉറങ്ങിപ്പോകാം കേട്ടോ. ഓക്കെ, ഗൈസ്, നമ്മുടെ ചെക്കൻ്റെ ശബ്ദമായിട്ട് അങ്ങനെ സെറ്റിൽ ബേബി എന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് മോളിൽ പോയിട്ട് സെറ്റിൽ ചെയ്യാം കേട്ടോ നമ്മുടെ ബേബീനെ. ഇവിടെയൊക്കെ എന്താ? നമ്മുടെ ബേബി പുട്ട് ദ ബേബി അഗൈൻ ഇൻ ദ ബെഡോ. അയ്യോ, ബേബീനെ കാണാനില്ല. ഗൈസ്, മുകളിൽ വെച്ച് ബേബി ഇപ്പോൾ ഇവിടെ വന്നേക്കണ്. ബാബാ ഗൈസ്, ഇവൻ എന്താണ്ട് കുഴപ്പമുണ്ടോ ഗൈസ്. ഇവൻ്റെ കണ്ണ് കണ്ടോ? ഗൈസ്, നമുക്ക് ചെക്കനെ കൊണ്ടുപോയി ബെഡിലിടും. അപ്പോൾ അവിടെ ഇരുന്നോ. പുട്ട് ദ കറക്റ്റ് ബ്ലഷ് ഇൻ ദ കോട്ട്. അപ്പോൾ ഗൈസ്, ഈ പിക്ചർ കണ്ടത് ക്യാറ്റാട്ടോ ഗൈസ്. നമുക്ക് ക്യാറ്റിനെ എടുത്ത് വെച്ച് നോക്കാം. ലെറ്റ്സ് ഗോ. എന്നാൽ പിടിച്ചോ. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ചെക്കൻ ഇഷ്ടപ്പെട്ടോ? അയ്യോ, ആ ചെക്കൻ ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ലീവ് ആൻഡ് ക്ലോസ് ദ ഡോർ എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ലീവ് ചെയ്തിട്ട് ഡോർ ക്ലോസ് ചെയ്യാം. അപ്പോൾ ചിൽ ഔട്ട് ആൻഡ് വാച്ച് ടി വി ഓൺ ദ സോഫ എന്നാണ് പറയണത്. പിന്നെ നമുക്ക് ആശ്വാസമായിട്ട് പോയിരുന്ന് ടി വി കാണാം കേട്ടോ. ഓക്കെ, ഇനിയെങ്കിലും നമുക്കൊന്ന് സ്വസ്ഥതയായിട്ട് കിടന്നുറങ്ങാം. ആ ചെക്കൻ എന്താണ്ട് പ്രേതം പിടിച്ച കൊച്ചാന്നാട്ടോ തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം. അപ്പോൾ നൈറ്റ് 2 ആണെങ്കിൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നൈറ്റ് 2 കളിച്ച് നോക്കാം കേട്ടോ. ഇനി എന്താ സംഭവിക്കണമെന്ന് നമുക്കൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ചെക്കനാണെങ്കിൽ ഇവിടെ എങ്ങും കാണാനില്ല കേട്ടോ ഗൈസ്. ഇതേ ഗൈസ്, നമ്മുടെ ചെക്കൻ നമ്മളെ താഴെ ഇവിടെ സെറ്റിൽ കയറി ഇരുന്ന ടി വി കാണും കേട്ടോ. ഗൈസ്, ഗെറ്റ് ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ് എന്നാട്ടോ പറയണേ. നമുക്ക് ഫ്രിഡ്ജിൽ പോയിട്ട് നമ്മുടെ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് ബേബീനെ ഫീഡ് ചെയ്യാം കേട്ടോ. ഗൈസ്, ഫ്രിഡ്ജ് അടഞ്ഞ് കുപ്പിയാണെങ്കിൽ കാണാനില്ല. ഡോറാണെങ്കിൽ ലോക്കും. ഉയ്യോ ഗൈസ്, നമുക്ക് ഈ കുപ്പി കണ്ടുപിടിക്കണം. എവിടെ കൊണ്ടുവന്ന് ഈ കുപ്പി വെച്ചേ? ഈ കുപ്പി കാണാനില്ല ഗൈസ്. ഉയ്യോ, അതെ ഗൈസ്, ബോട്ടിൽ കിട്ടിയിട്ട് നമുക്കിനി ബേബീനെ പോയി. ഇപ്പോഴത്തെ ഡോറാണെങ്കിൽ ഓപ്പൺ ആട്ടോ ഗൈസ്. നേരത്തെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് ബേബീനെ എന്തായാലും നമുക്ക് ഫീഡ് ചെയ്യാം. ചെക്കൻ എപ്പോഴും നേരത്തെ പോലെ നാറ്റിച്ചു വിട്ട് നമുക്ക് ചെക്കൻ എന്തായാലും ചേഞ്ചിങ് ടേബിളിൽ കൊണ്ടുപോയി ഇരുത്താം. ചെക്കൻ്റെ ചിരി ഉണ്ടോ ഗൈസ്? ഗൈസ്, ഇവൻ്റെ കാലെങ്ങനെ പൊട്ടിയെന്ന് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് നാപ്പ് എടുത്തിട്ട് നമുക്ക് ഗൈസ്, ഇവൻ്റെ നാപ്പിക്കെന്താ ജീവൻ വെച്ചോ?
ഇത് പിടിക്കാൻ നിർത്തത് ഓടിപ്പോവാ. ഇത് കണ്ണൊക്കെ വന്നു നാപ്പിക്ക്. ഇതെല്ലാം തട്ടി പൊട്ടിച്ച് ഇവിടെ വന്ന് നിൽക്കുക. ഇത് എന്നാ സ്പീഡായ നാപ്പിക്ക്. ഇത് കണ്ണാടി വെച്ചിരിക്കണു. ഇതേ പോയി 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 പിടിച്ചോ പിടിച്ചോ. ഓക്കെ നമ്മുടെ നാപ്പ് ആണെങ്കിൽ ഇത് അവളെ തെറിച്ച് പോയിട്ട് അവിടെ ഇടിച്ചു വിട്ടോ. അപ്പം എന്തായാലും നമുക്കിത് വേഗം ചെന്നിട്ട് ബേബിനെ ഇടിപ്പിക്കാം. ഓക്കെ ഇങ്ങോട്ട് വാ. നാപ്പിയുടെ ആണെങ്കിൽ തലയൊക്കെ കറങ്ങി ബോധം പോയിരിക്കുക കേട്ടോ. നമുക്കിത് പെട്ടെന്ന് നമ്മുടെ ബേബിനെ കൊണ്ട് ഇടിപ്പിക്കാം കേട്ടോ. അതെ ബേബി ഇതുവരെ ഇപ്പോൾ പോയിട്ടില്ല കേട്ടോ, ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ബേബിനെ ബെഡിലിടാനാട്ടോ പറയണേ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബേബി ഇപ്പോഴത്തെ അവിടെ ഇരിക്കണു. ഇതെന്താ പറ്റിയേ? അവൻ്റെ കണ്ണ് കണ്ടായിരുന്നു വയസ്സ് എന്താണ്ട് ഓറഞ്ച് കളറായി. എന്തായാലും നമുക്കിവനെ എന്തായാലും നമുക്കിവനെ ബെഡിൽ കൊണ്ടുവന്ന് ഇരുത്താം. ആ കിടന്നോട്ടോ. ഓക്കെ ഫൈൻ. സ്റ്റോറി ബുക്ക് ആൻഡ് റീഡ് എന്നാണ് പറയണേ. ഇത്തവണ ഒരു റാബിറ്റിൻ്റെ സ്റ്റോറി കേട്ടോ ഗൈസ്. ഓക്കെ നമുക്ക് റീഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ് നമ്മൾ റീഡ് ചെയ്യാൻ നേരത്ത് നമ്മുടെ കയ്യിൽ നിന്നാണെങ്കിൽ ബുക്ക് അവൻ തട്ടി തെറിപ്പിച്ച് കളഞ്ഞു കേട്ടോ. ഓക്കെ ആ കഥയെ കണ്ട റാബിറ്റാണ്. അപ്പോൾ നമുക്ക് റാബിറ്റിന് ഇട്ട് കൊടുക്കാം. എന്നാൽ പിടിച്ചോ. ഓക്കെ കണ്ടിന്യൂ റീഡിംഗ് എന്നാണ് പറയണേ. ഈ ചെക്കന് എന്താ കുഴപ്പമെന്ന് അറിയില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ബുക്കാണെങ്കിൽ തട്ടിക്കളഞ്ഞ്. ഓക്കെ എന്തായാലും നമുക്ക് റീഡ് ചെയ്യാം. ഓക്കെ നമ്മൾ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെക്കനാണെങ്കിൽ ഇത് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുക കേട്ടോ. അപ്പോൾ നമുക്ക് ലീവ് ആൻഡ് ക്ലോസ് ദ ഡോർ എന്നാണ് പറയണേ. നമ്മൾ ഡോർ അടച്ചിട്ടുണ്ട്. അപ്പോൾ ചിൽ ഔട്ട് ആൻഡ് വാച്ച് TV ഓൺ ദ സോഫ എന്നാണ് പറയണേ. ഓക്കെ നമുക്കിനി പോയി TV കാണാം കേട്ടോ. ഓക്കെ ആരാണ് ഡോറിൽ ബെല്ലടിച്ചു? പക്ഷേ ഇത് മുകളിലിരുന്ന് പ്ലഷ് ചെയ്യല്ലേ? എൻ്റെ ചെവിയാണെങ്കിൽ ഇത് ഇച്ചിരി പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഡോർ പോയി തുറക്കാം. പക്ഷേ ഇവിടെ ആരും ഇല്ല. പക്ഷേ ഇവിടെ എന്താണ്ട് ഒരു സാധനം ഇരിപ്പുണ്ട്. ടോസ്റ്റി മൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം. ഓക്കെ പുട്ട് ദ ബോക്സ് ഇൻ ദ ലോഞ്ച് ടേബിൾ എന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് ലോഞ്ച് ടേബിളിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ബോക്സ് ഇടാം. ഓക്കെ നമുക്കിനി പോയിട്ട് TV കാണാം. ഓക്കെ TV കണ്ട അപ്പം തന്നെ നമ്മൾ ഉറങ്ങിപ്പോകും ഗൈസ്. അതെന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ TV കാണുകയാണ്. നമ്മളിപ്പോൾ ഉറങ്ങിപ്പോവും. ഓക്കെ അപ്പോൾ ഗൈസ് അടുത്തതാണെങ്കിൽ നമ്മുടെ നൈറ്റ് 3 ആട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഈ നൈറ്റ് 3 കളിച്ച് നോക്കാം. പിന്നെ ഈ നൈറ്റ് 3ലാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കൂട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം. ഓക്കെ നമ്മുടെ ബേബി ആണെങ്കിൽ ഇത് മുകളിൽ ഒച്ച ഉണ്ടാക്കുവാട്ടോ ഗൈസ്. നമുക്ക് ബേബിനെ പോയി നോക്കാട്ടോ ഗൈസ്. ഈ ചെക്കൻ എന്താ ഇപ്പോൾ കുഴപ്പമെന്നറിയില്ല. നമുക്ക് എന്തായാലും ഇവിടെ പോയി നോക്കാം. എന്താണ് ബേബി? ഇപ്പോൾ സെറ്റിൽ ബേബി എന്നാണ് പറയണേ. ഓക്കെ ലീവ് ആൻഡ് ക്ലോസ് ദ ഡോർ. അവിടെ ഇരുന്നോ. ഓക്കെ ഇനി നമുക്ക് എന്തെങ്കിലും തിന്നാൻ വേണ്ടി ഉണ്ടാക്കണം എന്നാണ് തോന്നുന്നത്. പെർഹാപ്സ് എ ചീസി ടോസ്റ്റി. ചീസി ടോസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ബ്രെഡും വെച്ചാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇവിടെ ബ്രെഡ് നമ്മൾ പ്ലേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫില്ലിങ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ ചീസ് ഉണ്ട് കേട്ടോ ഗൈസ്. ചീസാണെങ്കിൽ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. പിന്നെ നമുക്കൊരു പിക്കിൾ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ ഒരു ഹാം എടുക്കാം. ഓക്കെ ടൊമാറ്റോയും കൂടി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബ്രെഡ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ടോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ടോസ്റ്റ് ആണെങ്കിൽ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. നമ്മുടെ ടോസ്റ്റ് ആണെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ചു കേട്ടോ. ഇത് ഭിത്തിയിലൊക്കെ ആണെങ്കിൽ ഇത് ഫീഡ് മീ എന്നൊക്കെ എഴുതി വെച്ചേക്കുവാണ്. ഫീഡ് ദ ബേബി യു മോൺസ്റ്റർ എന്നാണ് പറയണേ. കേസ് നമുക്ക് ബേബിയുടെ പാലാണെങ്കിൽ നമുക്ക് എടുക്കാത്തോ കേസ്. ഈ ഫ്രിഡ്ജിന് എന്താ പറ്റിയേ? ഇത് എന്തായാലും ഇവിടെ നമുക്ക് പോയി പാലെടുക്കാം കേട്ടോ. ഓക്കെ നമുക്കിത് വേഗം ബേബിക്ക് തന്നെ കേസ് പറ്റിയേ. ഡോറാണെങ്കിൽ പെട്ടെന്ന് അടഞ്ഞു. ഇവിടെ എന്താണ്ടൊക്കെ കുഴപ്പമുണ്ട് കേട്ടോ. എന്തായാലും ഇതെന്താണ് മേഴ്സ് പോലത്തെ സംഭവം എന്നാണ് തോന്നുന്നത് കേസ്. കേസ് ഇവിടെ ഒരു ഡോറുണ്ട്. ഓക്കെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. നമ്മുടെ ബേബി ആണെങ്കിൽ എന്താ കേസ് ഏലിയനെ കൂട്ടിയിരിക്കണേ. എന്തായാലും നമുക്കിത് ബേബീനെ നമ്മളിത് ബേബീനെ ഫീഡ് ചെയ്തപ്പോൾ ബേബിയുടെ ചിരി കണ്ടോ കേസ്. എന്നാൽ ക്രീപ്പി കേസ്. എന്തായാലും നമുക്ക് ബേബിയുടെ ഇത് ചേഞ്ച് ചെയ്യാം കേട്ടോ. നാപ്പി. ഓക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ ഗൈസ് ബേബി ഇതേ നമ്മൾ ഇടിച്ച് താഴെ ഇട്ടു ഗൈസ്. ബേബിയുടെ ടോയ്സ് ആണെങ്കിൽ ഇതേ പറന്നു കഴിഞ്ഞു. ബേബിയുടെ മോന്താണ്ടോ. അയ്യോ ബ്രേക്ക് ദ എമർജൻസി ഗ്ലാസ് അപ്സ്റ്റേഴ്സ്. ഓ എനിക്കറിയാം ഗൈസ് എമർജൻസി ഗ്ലാസ് ഏതാന്ന്.
നമ്മൾ അതുമ്പോൾ നാപ്പിനെ പിടിക്കാൻ പോയപ്പോൾ നമ്മൾ എമർജൻസി ക്ലാസ് കണ്ടതാണ് ഗൈസ്. ഉയ്യോ അതെന്നെ വലിയ ഗൈസ്, ഇതാണ് എമർജൻസി ക്ലാസ്. എന്നിട്ട് ഇത് നമ്മൾ ബേബിയുടെ വായിൽ വെക്കണം. സ്പെസിഫൈ ദ ബേബി എന്നാണ് പറയണേ. ഓക്കെ, എന്നാ വിളിച്ചോ ഗൈസ്. നമ്മുടെ ചെക്കനാണെങ്കിൽ ഇത് തെറിച്ചങ്ങോട്ട് പോയിട്ടോ. നമുക്ക് ബേബീനെ ബെഡിൽ കൊണ്ടുപോയി കിടത്താം ഗൈസ്. ഇവൻ എന്താണ്ട് വലിയ പ്രശ്നമുണ്ട് കേട്ടോ ഗൈസ്. ബേബിയുടെ കണ്ണ്, നമ്മളിതെവിടെയാ ഗൈസ്? ബേബി ഏതാണ്ട് ഒരു ബുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഏതാണ്ട് ഒരു ബുക്ക് കാണിക്കുന്നുണ്ട്. അതിലൊരു ഷീപ്പിൻ്റെ പടം ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ബേബി ആണെങ്കിൽ റൂമിലേക്ക് പോയിട്ടുണ്ട്. സെറ്റിൽ ബേബി എന്നാണ് പറയണേ. ഓക്കെ, ഹായ് മോനെ. നമ്മൾ ബേബിനെ ഇത് ഡോറടഞ്ഞ്. ഓക്കെ, അവിടെ കിടന്നു. പുട്ട് ദ കറക്റ്റ് ഫ്ലഷ് ഇൻ ദ കോട്ട് എന്നാണ് പറയണേ. അപ്പോൾ നമ്മൾ കണ്ട ബുക്കാട്ടോ ഇത്. ഇതിലാണെങ്കിൽ ഷീപ്പാണ്. അപ്പോൾ നമ്മൾ ഷീപ്പിനെയാണ് എടുത്ത് വെക്കണ്ടേ. എന്നാ പിടിച്ചോ. ഓക്കെ, ഫൈൻ ദ സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ എന്നാണ് പറയണേ. അപ്പോൾ നമ്മുടെ ബേബിയുടെ കണ്ണ് നോക്കി കേസ്, എന്നെ ഓറഞ്ച് കളറാ. ഓക്കെ, ലൈറ്റൊക്കെ ആണെങ്കിൽ ബ്ലിങ്ക് ചെയ്യണ്ട കേട്ടോ. നമുക്കിത് ചെക്കന് പെട്ടെന്ന് വായിച്ച് അവൻ്റെ ടോയ്സിനാണെങ്കിൽ അവനെ ഏതാണ്ട് കസേര കയറി ഇരിക്കണു. ഇവനെന്താണ്ട് കുഴപ്പമുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ അത് ബേബിയുടെ കണ്ണല്ലേ. ബേബി, ഉയ്യോ. ഗുഡ് നൈറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പാർട്ടിൽ നമ്മൾ അടുത്ത വീഡിയോ കളിക്കണമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ കേട്ടോ.